യേശുക്രിസ്തു ഒരു വെളുത്ത കുതിരപ്പുറത്ത് കയറി അനന്തമായ സ്വർഗീയ സൈന്യത്തോടൊപ്പം മഹത്വത്തോടെ ഇറങ്ങുമ്പോൾ അന്തിമ കാഹളനാദങ്ങൾ മുഴക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. ഈ ഇതിഹാസ ആനിമേറ്റഡ് ചിത്രം വെളിപാട് പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന അവസാന ന്യായവിധി രംഗങ്ങളെ അഭൂതപൂർവമായ വിഷ്വൽ ഇഫക്റ്റുകൾ ഉപയോഗിച്ച് ജീവസുറ്റതാക്കുന്നു. ആകാശത്തെ വിഴുങ്ങുന്ന മഹാദുരന്ത തീ മുതൽ മരിച്ചവരുടെ ശവക്കുഴികളിൽ നിന്നുള്ള അത്ഭുതകരമായ ഉയിർത്തെഴുന്നേൽപ്പ് വരെ ഓരോ ഫ്രെയിമും വിസ്മയിപ്പിക്കുന്ന ശക്തിയും ആഴത്തിലുള്ള അർത്ഥവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരുമിച്ച് നമ്മൾ സാക്ഷ്യം വഹിക്കും. ലോകാവസാനവും ദിവ്യവരവും, നഗരങ്ങൾക്ക് മുകളിലുള്ള അസാധാരണമായ സ്വർഗീയ അടയാളങ്ങൾ, വിധി മാറ്റുന്ന കാഹളങ്ങൾ മുഴക്കുന്ന മാലാഖമാർ, സ്വർഗത്തിലെ ഗംഭീരവും ആശ്വാസകരവുമായ സൈന്യങ്ങളെ നയിച്ചുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണ കാഴ്ചയിൽ മടങ്ങിവരുന്ന രാജാക്കന്മാരുടെ രാജാവായ യേശുക്രിസ്തു. ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിയുടെ പ്രതികരണം, വംശം, വിശ്വാസം അല്ലെങ്കിൽ പദവി എന്നിവ പരിഗണിക്കാതെ ഭൂമിയിലുള്ള ആളുകൾ ഈ പെട്ടെന്നുള്ള ദിവ്യ പ്രകടനത്തെ നേരിടുന്നു. ഈ നിർണായക നിമിഷത്തിൽ അവരുടെ ഞെട്ടലും വിസ്മയവും ഭയവും പ്രതീക്ഷയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വലിയ വെള്ള സിംഹാസനത്തിനു മുമ്പാകെയുള്ള അന്തിമ ന്യായവിധി, ഉയിർത്തെഴുന്നേറ്റ എല്ലാ മനുഷ്യരും വലിയ ന്യായാസനത്തിനു മുന്നിൽ നഗ്നരായി നിൽക്കുന്നു. ജീവന്റെ പുസ്തകവും ഓരോ വ്യക്തിയുടെയും പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്ന ചുരുളുകളും തുറക്കപ്പെടുന്നു. യേശുക്രിസ്തു തന്റെ പരമോന്നത അധികാരത്തോടെ നീതിയുള്ള ന്യായവിധി നടത്തുന്നു. നിത്യവിഭജനം, സ്വർഗവും നരകവും, ജീവന്റെ പുസ്തകത്തിൽ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന നീതിമാന്മാരെ ശുദ്ധമായ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ദൂതന്മാർ മഹത്വപൂർണവും നിത്യമായി സന്തോഷകരവുമായ പർദീസയിലേക്ക് നയിക്കുന്നു. പുതിയ ജെറുസലേം. അവിടെ തെരുവുകൾ ശുദ്ധമായ സ്വർണം കൊണ്ട് പാകിയിരിക്കുന്നു. ജീവന്റെ നദി ഒഴുകുന്നു. ജീവന്റെ വൃക്ഷം എല്ലാത്തരം വിലയേറിയതും തിളക്കമുള്ളതുമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. എല്ലാ സൃഷ്ടികളും ദൈവസന്നിധിയിൽ ഐക്യത്തോടെ ജീവിക്കുന്നു. നേരെമറിച്ച് തിന്മ ചെയ്യുകയും മാനസാന്തരം നിരസിക്കുകയും ചെയ്തവരെ നിഷ്കരുണം അതിരറ്റതും പീഡിപ്പിക്കുന്നതുമായ അഗ്നി തടാകത്തിലേക്ക് എറിയുന്നു. പുഴുമരിക്കാത്തതും തീ കെട്ടുപോകാത്തതുമായ നിത്യ കഷ്ടപ്പാടിന്റെ ഒരു അഗാധം. ദി എറ്റേണൽ ഹോം, ദി ഫുൾഫിൽ പ്രോമിസ്. പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും ഒരു ദർശനത്തോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. അവിടെ കുട്ടികൾ ഒരിക്കൽ വന്യമൃഗങ്ങളുമായി കളിക്കുന്നു. എല്ലാ സൃഷ്ടികളും ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും നിറഞ്ഞ പൂർണ്ണമായ ഐക്യത്തിലാണ് നിലനിൽക്കുന്നത്. ഈ സിനിമ വെറുമൊരു ദൃശ്യാനുഭവമല്ല, മറിച്ച് ജീവിതത്തിന്റെ അർത്ഥം, വിശ്വാസത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ നിത്യവിധി എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണമാണ്. ഓരോ തീരുമാനവും വ്യത്യസ്തമായ വിധിയിലേക്ക് നയിക്കും. നിങ്ങൾ തയ്യാറാണോ? ഈ സിനിമ നിങ്ങളെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരുമായി പങ്കിടുക. വിശ്വാസവും ജീവിതത്തിന്റെ നിഗൂഢതകളും പര്യവേക്ഷണം ചെയ്യുന്ന കൂടുതൽ പ്രചോദനാത്മകമായ ഉള്ളടക്കത്തിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. വീഡിയോയിലെ ഏത് രംഗമാണ് നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ചത്? അന്ത്യവിധിയെയും നിത്യവിധിയെയും കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എന്താണ്? താഴെയുള്ള അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്ത Do you know your scene? You are guilty. No! 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 God, please, no! No! Do you know your scene? You are guilty.